ഹായ്, നമുക്ക് ഇന്ന് ചങ്ങലം പരണ്ടയെ പരിചയപ്പെടാം. ഇതാ കണ്ടില്ലേ, ചങ്ങലം പരണ്ട ഇതാ ഓരോ കണ്ണിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാവും ഇതിന് ആ പേര് വരാൻ കാരണം. കണ്ടില്ലേ, ഓരോ കണ്ണി ആയിട്ടിങ്ങനെ നിൽക്കുന്നു. ഇതാ ഒന്നിങ്ങനെ. അപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ട് പോലെ തോന്നും. പക്ഷെ അത്ര വണ്ണമൊന്നും ഉണ്ടാവില്ല, ചെറിയ കണ്ടില്ലേ, അപ്പം ചെറുത് ചതുരാകൃതിയിൽ. പിന്നെ ഇതിൻ്റെ നീരായാൽ ചൊറിയും കേട്ടോ. അതുകൊണ്ട് നമ്മളിതിപ്പോൾ നേരിട്ട് പൊട്ടിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്തെന്നാൽ, നമ്മുടെ എല്ലുകളൊക്കെ ഒടിഞ്ഞു പോയാൽ, പൊട്ടിപ്പോയാൽ, എല്ലിന് തേയ്മാനം സംഭവിച്ചാൽ ഒക്കെ, പിന്നെ നീര് വന്നാലൊക്കെ എണ്ണ കാച്ചി തേക്കുന്നു. പിന്നെ എല്ല് തേയ്മാനം വന്നാൽ ചമ്മന്തിയായിട്ട് ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ചമ്മന്തിയായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇഞ്ചി മുളകൊക്കെ ഇടുന്നത് പോലെ നേരിട്ട് ഉപയോഗിക്കുന്നില്ല. പകരം ഇതിൻ്റെ തൊലിയോ ഈ കോണൊക്കെ ചെത്തി, ഇതാണ്ടില്ല ഇവിടെ ഒരു കോണ്, ഈ കോണൊക്കെ ചെത്തി മാറ്റി പിന്നെ എണ്ണയിൽ വറുത്ത് മൂത്ത്, അതായത് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ട്, അതായത് വേവിച്ചിട്ട് വേണം ചമ്മന്തി ഉപയോഗിക്കാൻ. അപ്പോൾ എണ്ണ കാച്ചുമ്പോൾ അതിൽ നിന്ന് തന്നെ വേവുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പച്ച തന്നെ ഉപയോഗിക്കുമ്പോൾ നാവിനൊക്കെ ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, ഛർദി, ചൊറിച്ചിൽ ഒക്കെ വരുന്നതായിട്ട് പറയപ്പെടുന്നു. എന്നാലും സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ, വേവിച്ച് ഉപയോഗിച്ചാൽ അത്യുത്തമമാണ്. അതും എല്ലിന്, പല്ലിന് ഒക്കെ ആയിട്ട്. അതായത് ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ്. അപ്പോൾ ഈ കാൽസ്യമാണ് നമ്മുടെ എല്ലിനെ ബലം വെക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു ഇലയുണ്ടാവും. ഇതാ ഈ മുട്ടിലൊക്കെ ഓരോരോ ഇലയുണ്ടായിരുന്നു, അതൊക്കെ പഴുത്ത് കൊഴിഞ്ഞു പോയി. അത് മേൽപോട്ട് നോക്കിയാൽ ചെറിയ ഓരോ ഇലകൾ കാണാൻ ഇടവിട്ട്. അതിപ്പോൾ എടുത്തു തരാൻ എനിക്ക് എത്തുന്നില്ല. കുറച്ച് മുകളിലോട്ട് വളർന്നു കഴിഞ്ഞു. എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ, നമുക്ക് കിട്ടും ഒന്ന് നോക്കാം. ഇതാണ് ഇല, ഇതിലെ ചെറിയൊരു ഇല. അപ്പോൾ ഇതിൻ്റെ ഈ ഇലയും ഉപകാരിയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എനിക്കിത് ഒരു മുത്തശ്ശി തന്നതാണ്. ഇതിൻ്റെ ചെറിയൊരു പീസ് മുത്തശ്ശി തന്ന് എന്നോട് പറഞ്ഞു, പിന്നെ നീ ഇത് നട്ട് വളർത്തണം. എൻ്റെ വീട്ടിൽ ഇത് പടർന്ന് പന്തലിച്ച ഒരു മരമുണ്ട്. മരം മുറിച്ച് കളയണം, അവർക്ക് പുതിയ വീടെടുക്കണം. അപ്പോൾ വീടെടുക്കാൻ വേണ്ടി ആ മരം മുറിച്ച് മാറ്റുന്നതിന് മുമ്പേ ഒരു തൈ എനിക്ക് തന്നു. എന്നോട് പറഞ്ഞ്, നീ വളർത്തണം, എനിക്ക് ഇവിടെ പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നീ എനിക്ക് അതിൽ നിന്ന് ഒരു തണ്ട് തരണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് വളർത്തി. അന്ന് എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും പിന്നെ ഫേസ്ബുക്കിലും ഓരോരോ ഗ്രൂപ്പിലൊക്കെ പോയപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഇതിനെ നല്ലപോലെ പരിപാലിച്ചു. ഇവിടെ ഒരു മതിൽ കെട്ടുമ്പോൾ, ഈ കാണുന്ന മതിൽ കെട്ടുമ്പോൾ ഞാൻ ജോലിക്കാരോട് പറഞ്ഞു, അയ്യോ ചേട്ടാ, ഇത് പോക്കല്ലേ, അത്രയും കഷ്ടപ്പെട്ട് പരിപാലിച്ച് കൊണ്ടുവരുന്നതാണ്, നല്ലൊരു ഔഷധമാണ്, ഇതാണ് ചങ്ങലം പരണ്ടയാണെന്ന്. അപ്പോൾ ചങ്ങലം പരണ്ടയാണെന്ന് കേട്ടപ്പോൾ തന്നെ ആ ചേട്ടൻ അതിനെ നല്ല പോലെ സംരക്ഷിച്ചു. കാരണം അവർക്ക് അറിയതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. അതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ല് തേയ്മാനത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ കൈയൊക്കെ ഒടിഞ്ഞ് എല്ലൊക്കെ പൊട്ടി പ്ലാസ്റ്ററൊക്കെ ഇട്ട ശേഷം നിങ്ങൾ പിന്നെ അതിൻ്റെ ഒരു സൈഡായിട്ട് എണ്ണ കാച്ചി തേക്കുക. പിന്നെ ചട്ടണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ചട്ടണി ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ പൊട്ടിയ എല്ല് വേഗം സെറ്റാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും ഇത് ഉപയോഗിക്കരുത്. കാരണം ഇത് അത്ര ശരീരത്തിനകത്തേക്ക് കഴിക്കുന്നത് അത്ര നല്ല ഗുണമുള്ളതായിട്ട്
പറയുന്നില്ല. അതായത് എല്ലിനൊക്കെ നല്ല ഗുണമുണ്ടെങ്കിലും ശരീരത്തിന് വേറെ ഓരോരോ സൈഡ് വശങ്ങൾ കൂടി ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരുമാണ്. അല്ലാത്തവർക്ക് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടുതൽ പ്രധാനം പച്ചയായിട്ട് കഴിക്കരുത്. ഇത് എണ്ണ കാച്ചി അതിൽ ഉപയോഗിക്കുക. അതായത് ചെറിയ പീസാക്കി തിളയ്ക്കുന്ന എണ്ണയിലിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുത്തിട്ട് കുഴമ്പ് പോലെ നമ്മളെ ശരീരത്തിൽ പുരട്ടിയിടുക. അപ്പോൾ നീരൊക്കെ മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് ചങ്ങലം പരണ്ട. ചങ്ങലം പരണ്ടയെക്കുറിച്ചുള്ള ഉപയോഗങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഒന്നുകൂടി പറയാണ്. പിന്നെ ഏതെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പാചകം ചെയ്ത് കഴിക്കാവുന്നതാണ്. അതായത് നേരിട്ടല്ല, ഒരിക്കൽ കൂടി പറയാണ്, നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വേവിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ എണ്ണയിൽ വേവിച്ച ശേഷം ആ വെന്ത പീസാണ് നമ്മൾ ചട്ടണിയിൽ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇഞ്ചിയൊക്കെ ഇടുന്നത് പോലെ നേരിട്ട് പച്ച ഇടാൻ പാടില്ല. പിന്നെ വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെ എന്നാലും ഇത്രയും നല്ലൊരു ഔഷധം നമുക്ക് എല്ലുമായി ബന്ധപ്പെട്ട് വേറെ കിട്ടാനുണ്ടാവില്ല. ഇത് കണ്ടില്ലേ, ഈ മരം ഏതാണെന്നറിയോ? വേപ്പാണ്. അപ്പോൾ വേപ്പിൻ്റെ മരത്തുമ്മ തന്നെയാണ് ഇതും നട്ട് വളർത്തിയിരിക്കുന്നത്. മഴക്കാലത്ത് വേപ്പിന് ഇല അങ്ങനെ ഉണ്ടാവുന്നില്ല, എല്ലാം കൊഴിഞ്ഞു പോകും. വേനൽക്കാലത്ത് നല്ലൊരു തണൽ കൂടിയാണ് നമ്മുടെ ഈ വേപ്പ്. അപ്പോൾ വിഷയം മാറ്റുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ.